ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് ഈ പ്രതി എങ്ങനെ ആ വീടിനകത്തേക്ക് പ്രവേശിച്ചു. വീടിൻ്റെ വാതിലിൻ്റെ മുന്നിൽ നിന്ന് ഒരു അമ്മിക്കല്ല് കണ്ടെടുത്തിരുന്നു, അത് ഉപയോഗിച്ചിരുന്നില്ല. ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് അമ്മിക്കല്ല് മനഃപൂർവ്വം അത് കരുതിക്കൂട്ടി കൊണ്ടുവന്നു, ഒരുപക്ഷെ കൊലപാതകത്തിനായി കൊണ്ടുവന്നതായിരിക്കാം. പക്ഷേ അമ്മിക്കല്ല് ഉപയോഗിക്കേണ്ടി വന്നില്ല. പകരം ആ വീടിൻ്റെ ഔട്ട് ഹൗസിലുണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ചാണ് ഈ ഇരട്ട കൊലപാതകം നടത്തിയത്. ആ കോടാലിയിൽ നിന്നും ലഭിച്ച വിരലടയാളമാണ് അമിത്തിനെ കുടുക്കാൻ കാരണമായത്. കാരണം ഇന്നലെ തന്നെ അമിത് കസ്റ്റഡിയിലുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, നമ്മളുൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ഇപ്പോൾ വിവരം അറിയുന്നത് ആ വീട്ടിൽ മറ്റൊരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു ഈ കൃത്യം നടക്കുമ്പോൾ. പക്ഷേ ആ ജോലിക്കാരൻ ഈയൊരു ഇരട്ടക്കൊലപാതകം സംബന്ധിച്ച് അറിഞ്ഞിരുന്നില്ല. ആ ആൾ ചോദ്യം ചെയ്തു എന്നത് സംബന്ധിച്ചാണ് കസ്റ്റഡിയിലുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ അപ്പോഴും ഈ അമിത്തിൻ്റെ കാര്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ കോടാലിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള വിരലടയാളം കിട്ടുന്നു. പക്ഷേ പോലീസിൻ്റെ പക്കൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവുണ്ടായിരുന്നത് നേരത്തെ ഈ മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ അമിത്തിൻ്റെ വിരലടയാളം നേരത്തെ പോലീസ് ശേഖരിച്ചിരുന്നു. അതും ഇപ്പോൾ ലഭിച്ച ഈ മഴുവിൽ നിന്ന് ലഭിച്ച കോടാലിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റും അല്ലെങ്കിൽ വിരലടയാളവും ഒന്ന് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. അങ്ങനെയാണ് ഈ കൃത്യം നടത്തിയത് പ്രതി അമിത് തന്നെയാണെന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ അമിത് ഈ ഇവിടുത്തെ തെളിവെടുപ്പിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ ആ DVR നമുക്ക് കാണാൻ കഴിയും. കൃത്യമായും അമിത് ഈ തോട്ടിലാണ് ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ അത് കളഞ്ഞത് എന്ന് പോലീസിന് മൊഴി കൊടുത്തിരുന്നു. അപ്പോൾ ഈ അമിത് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്ന് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യമാകുന്നുണ്ട്. ഇനി നേരത്തെ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് കോടാലി ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി കൊലപാതകം നടത്തിയത്? ഇന്നലെയും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഇതൊരു പ്രൊഫഷണൽ കില്ലർ അല്ല, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഇതിനകത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരുന്നു. അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ സംഘമായി വന്ന് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടില്ല, ഇരട്ട കൊലപാതകം നടത്തിയിട്ടില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. ഇന്നലെയും നാം പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ അമിത് തന്നെയാണ് ഈ കൃത്യം നടത്തിയത്, ഒറ്റയ്ക്ക് തന്നെയാണ്. അത് 99% അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് ഈ പ്രതിയെ പിടികൂടുന്നതിന് മുമ്പും പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പങ്കുവച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ അമിത് എന്ന ഒറ്റ പ്രതിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഈ DVR നിന്നുള്ള ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൃത്യത വരും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ അമിത് ഒറ്റയ്ക്കാണോ വീടിനകത്തേക്ക് പ്രവേശിച്ചത് അല്ലെങ്കിൽ കൂട്ടാളികൾ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ച് ഏതായാലും ഇപ്പോഴത്തെ ഒരു നിഗമനത്തിൽ മൊഴിപ്രകാരവും പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അമിത് ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ളതാണ്. ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലിനോട് ചേർന്ന് നിലത്ത് കിടക്കുന്ന രീതിയിലായിരുന്നു വിജയകുമാറിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അതിന് കുറച്ചു മാറി മറ്റൊരു കിടപ്പ് മുറിയിലായിരുന്നു ഭാര്യ മീരയുടെ മൃതദേഹം കണ്ടിരുന്നത്. മുഖം എല്ലാം വികൃതമാക്കപ്പെട്ട രീതിയിലായിരുന്നു, അത്രയും ക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലും പറയുന്നത് തലക്കേറ്റ ക്ഷതം ആണ് മരണത്തിലേക്ക് നയിച്ചത്. ഒപ്പം വിജയകുമാറിൻ്റെ നെഞ്ചിലും ക്ഷതമേറ്റിരുന്നതായി പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്രൂരമായിട്ടുള്ള കൊലപാതകം, അതും മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചാണ് ഈ കൃത്യം നടത്തിയതെന്നും പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇനിയിപ്പോൾ ഏത് ആയുധം ഉപയോഗിച്ചാണ് കൊല നടത്തിയത്, എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ചൊക്കെയുള്ള തെളിവെടുപ്പ് ഇനിയിപ്പോൾ വീട്ടിലെത്തിച്ച ശേഷമായിരിക്കും നടത്തുക. പക്ഷേ ഇപ്പോഴത്തെ ഈ തെളിവെടുപ്പിന് മുമ്പ് ആദ്യം ഈ കൃത്യം നടത്തിയ വീട്ടിലേക്കാണ് അമിത്തിനെ എത്തിച്ചത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ വീടിന് മുൻവശത്ത് ജീപ്പ് നിർത്തി വീടിനകത്തേക്കുള്ള തെളിവെടുപ്പിൽ പോയില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്നുള്ളത് ഇപ്പോൾ നാം കണ്ടെത്തിയ ഈ തെളിവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തെളിവെടുപ്പിലേക്കാണ് പോലീസ് പോയത്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിന്നും മടങ്ങിപ്പോകുമ്പോൾ വീട്ടിലേക്കുള്ള ഒരു തെളിവെടുപ്പ് കൂടി നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു ക്രൂരമായിട്ടുള്ള ഇരട്ട കൊലപാതകത്തിൽ അതിൻ്റെ ഓരോ തെളിവുകളായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തി വൈരാഗ്യം തന്നെയാണ് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന് ഇടയാക്കിയതെന്ന് പറയുന്നുണ്ട്. നാം ഇന്ന് രാവിലെ വിജയകുമാറിൻ്റെ വീടിന് മുൻവശത്തൊരു കടയുണ്ട്, വേണു എന്ന ആളാണ് ആ കട നടത്തുന്നത്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും ഈ വേണു പറഞ്ഞത് ഈ അമിത് നേരത്തെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്ഥിരമായി ആ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആളായിരുന്നു. പിന്നീട് ഈ അമിത്തിനെതിരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ വിജയകുമാർ കൊടുക്കുന്നു. അന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ വിജയകുമാറിൻ്റെ പരാതി പ്രകാരം അമിത്തിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അമിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ഈ വിജയകുമാറിൻ്റെ വീടിന് മുൻവശത്തേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ വിജയകുമാർ പറഞ്ഞത് ഇയാൾ തന്നെയാണ് എൻ്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചത്, സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രതി അമിത്തിനെ അന്ന് ആ വീടിൻ്റെ ഭാഗത്തു നിന്നും കൊണ്ടുപോയത്.
പക്ഷേ പിന്നീട് ഈ കടക്കാരൻ വേണു തന്നെ പറയുന്നത് ഒരു ഘട്ടത്തിൽ ഈ അമിത് വീടിൻ്റെ അവിടേക്ക് എത്തുകയും അവിടെ പുതിയൊരു സെക്യൂരിറ്റി ഓഫീസറെ വിജയകുമാർ നിയോഗിച്ചിരുന്നു. അത് നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഓഫീസറായിരുന്നു. ആ ഓഫീസറോട് ഈ അമിത് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കുകയും ഇരുവരും തമ്മിൽ സംഘടന നടക്കുകയും ചെയ്തു. പക്ഷേ ഈ പുതുതായി നിയോഗിച്ച സുരക്ഷാ ജീവനക്കാരനെ ഈ അമിത് അടിച്ച് താഴെ ഇട്ടു എന്നാണ് ആ പ്രദേശവാസികളെല്ലാം പറയുന്നത്. അപ്പോൾ അത്രയും വൈരാഗ്യം അമിത്തിന് വിജയകുമാറിനോട് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സംഭവത്തിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. പിന്നീടാണ് പോലീസ് ഇയാളെ പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അന്ന് ദീർഘനാൾ ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈരാഗ്യമാണ് തനിക്ക് ഈ വിജയകുമാറിനോട് ഉണ്ടായിരുന്നത് എന്ന് ഈ അമിത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തോട്ടിൽ നിന്നും പോലീസ് അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോകേണ്ടി വരും. ആ പരിശോധനാ ഫലമാണ്, അതിൽ നിന്ന് കിട്ടുന്ന നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇനി ഈ കേസിന്റെ മുന്നോട്ടുള്ള. തീർച്ചയായും 20 CCTV ക്യാമറകൾ ഘടിപ്പിച്ചിരുന്ന തിരുവാതുക്കലിലെ വീട്ടിലെത്തി കൊലപാതകം നടത്തിയ അസം സ്വദേശിയായ അമിത് ഉറാം തെളിവ് നശിപ്പിക്കുന്നതിനായി ആ CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് അത് തോട്ടിലെറിയുകയായിരുന്നു. തെളിവെടുപ്പിനിടെ തോട്ടിൽ താൻ എവിടെയാണ് അത് ഹാർഡ് ഡിസ്ക് എറിഞ്ഞത് എന്നുള്ളത് അമിത് പോലീസിനോട് സൂചിപ്പിക്കുകയായിരുന്നു. അവിടെ ഇറങ്ങി തപ്പി ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ആ DVR കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുകയാണ്.